ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രഞ്ജിത്ത് ജയ്സ്വാൾ അതിന്റെ സമയമൊക്കെ പറയുന്നുണ്ട്. അതായത് മെയ് 10-ാം തീയതി 3:35 ഉച്ചയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്നൊരു കോൾ വരുന്നു എന്ന് പറയുന്നു. അതിൽ എന്താണ് അതിലെ അവരേക്ക് നയിച്ചത് എന്നത് പറയുന്നുണ്ട്. പാക് വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തതിന് ശേഷം അവർ ഭയചകിതരായി, ഭയന്ന് വിറച്ചു പാകിസ്ഥാൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കോൾ വരികയാണ്, അവർ ഇത് നിർത്തണമെന്ന് കേണപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അതെല്ലാം നമ്മൾ സമ്മതിക്കുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ, കാരണം നമ്മൾ അത്തരത്തിലേക്കൊരു തിരിച്ചടി അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആവശ്യമില്ലതാനും. അപ്പോഴാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 തവണയാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്, പല ഘട്ടങ്ങളിലായി. ഏറ്റവും ഒടുവിൽ ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം അവിടെ ഇരുന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രഖ്യാപിത നിലപാട് ഇക്കാര്യത്തിൽ ഉള്ളതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന സംശയം പ്രതിപക്ഷത്തിനുണ്ടാവുക സ്വാഭാവികമല്ലേ? അതിന് മറുപടി തരേണ്ടത് ആരാണ്, ശ്രീജിത്ത്? പ്രതിപക്ഷത്തിന് അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ചോദിക്കാൻ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ചോദ്യോത്തര വേളകൾ ഉൾപ്പെടെയുള്ള ഒരു പാർലമെന്റ് സെഷൻ ഉണ്ടാകണം എന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നതൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇൻഫർമേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് പറ്റുന്ന സാധ്യമായിട്ടുള്ള നിലയിൽ അത് നടക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഇതുവരെ വരാത്ത വിഷയമല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രൺധീർ ജയ്സ്വാൾ ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള രാജീവ് ഘായ് തന്നെ ഇതേ സമയം കോട്ട് ചെയ്തുകൊണ്ട് 15:35 എന്നുള്ള സമയം കോട്ട് ചെയ്തുകൊണ്ട് ആ സമയത്താണ് കോൾ വരുന്നത് എന്നും രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചർച്ചയായാലോ എന്ന ഒരു ഇംഗിതം ചോദിച്ചുകൊണ്ടൊരു കോൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഫോളോ അപ്പ് കോൾ ഉണ്ടാവുകയും പിന്നീട് വൈകുന്നേരം 1700 hours മുതൽ നമ്മളൊരു സീസ് ഫയർ എഗ്രിമെന്റിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. DGMO ടു DGMO തലത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്. സീസ് ഫയറുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് DGMO തലത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല, അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂർ ഹോട്ട് ലൈൻ ഒക്കെ ഉണ്ട്. അത് 2 രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന കാര്യവുമാണ്. അതിന് പുറമെയാണ്, അതായത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷന് പുറമെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വക്താവ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെപ്പറ്റി പറയുന്നത്. അതിൽ തന്നെ ഈ പീസ് ബ്രോക്കർ ചെയ്യുക എന്ന് പറയുന്നത് കേവലം നടത്തുന്ന ടെലിഫോണിക് കോൺവെർസേഷനിലല്ല നടക്കുന്നത്. ഈ പീസ് ബ്രോക്കറേജ് എന്ന് പറയുന്ന സംഭവം തന്നെ നടക്കുന്നതിന് ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ പ്രോസസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ 2 രാജ്യങ്ങളും സമ്മതിച്ചുകൊണ്ട് ഒരു മിഡിൽമാനെ തിരഞ്ഞെടുക്കുകയും ആ മിഡിൽമാൻ പിന്നീട് ചർച്ചകളൊക്കെ തന്നെ ലീഡ് ചെയ്യുകയും ഒക്കെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന് മിഡിൽമാൻ ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അലക്സി കസീഗിനാണ് ഈ ചർച്ച നടത്തിയത്. ഈ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നതും അതിൻ്റെ എഗ്രിമെന്റുകൾ നടക്കുന്നതും ഒന്നും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ആയിരുന്നില്ല, താഷ്കണ്ടിലായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പിന്നീട് നമ്മൾ എപ്പോഴാണ് ഇത് ഉഭയകക്ഷി തലത്തിൽ മാത്രമേ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ മാത്രമേ വിഷയങ്ങൾ പരിഹരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് 1971 യുദ്ധത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഷിംല എഗ്രിമെന്റിലാണ്. അപ്പോൾ ഷിംല എഗ്രിമെന്റിൽ പറയുന്നതനുസരിച്ച് ഈ 2 രാജ്യങ്ങളും പ്രവർത്തിക്കുകയാണ്. അതായത് ഇനി ഒരു വിഷയത്തിലും ഒരു മിഡിൽമാനെ നമ്മൾ അതാണ് ശ്രീജിത്ത് പണിക്കർ. ഇപ്പോൾ ഈ സുൽഫിക്കർ അലി ഭൂട്ടോയും പ്രധാനമന്ത്രി അന്ന് ആയിരുന്ന ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പിട്ട ആ ഒരു കരാർ അത് പാലിക്കപ്പെടണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നീട് നമ്മൾക്കൊരു പിന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ടോ, അതിവിടെ ഉണ്ടായോ എന്നതല്ലേ ചോദ്യം. കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇതിപ്പോൾ മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ വരുമ്പോൾ പോലും അവിടെ നിന്ന് അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവർ പറയുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അവിടെ പറയുന്നത് ആരാണ്? അമേരിക്കയുടെ പ്രസിഡന്റാണ്. അല്ല, നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിഡിൽമാൻ ഉണ്ടാവുക, പീസ് ബ്രോക്കർ ചെയ്യാനായിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ കേവലം കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതല്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരെ സന്ദർശിച്ചിട്ട് പലതവണയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സംഘർഷം അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ആ റിക്വയർമെന്റ് പറഞ്ഞതിന്റെ പേരിൽ നാളെ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഒരു പീസ് മേക്കിംഗിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കോ ഇന്ത്യക്കോ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ക്ലെയിം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണോ ശ്രീജിത്ത് പണിക്കർ? ഈ വിഷയത്തിൽ മറ്റൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായി? ഇതിപ്പോ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ക്ലെയിം എന്താണ് എന്നുള്ളത് താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കത് ഉറപ്പാണ് താങ്കൾ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ വ്യാപാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പല ഭീഷണിയും ചില സമയത്ത് കളിയാക്കലുകളും ഇതൊക്കെയാണ് അദ്ദേഹം ആവർത്തിച്ച് ഈ തരത്തിലേക്ക്. അപ്പോൾ എവിടെയാണ് അദ്ദേഹം ഇടപെട്ടത്? വേറെ ഏതെങ്കിലും ഒരു യുദ്ധത്തിന്റെ കാര്യത്തിലൊന്നും അല്ല അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്. അതാണ് ഇവർക്ക് അലോസരം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, അല്ല, നോക്കൂ, അതിനുള്ള പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താവിന്റെ ഭാഗത്ത് നിന്ന് അതിലുണ്ടായിരിക്കുന്ന പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചില്ലേ? താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് എന്നല്ല ഒരു വിഷയവും ഇവിടെ ചർച്ചാ വിഷയമായിട്ടില്ല എന്നാണ്. ഇനി ട്രേഡ് ആയിരുന്നു വിഷയമെങ്കിൽ, ട്രേഡിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ത്യയെ മര്യാദ പഠിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ റഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ അമേരിക്ക ഉൾപ്പെടെ അതിലൊരു പൊസിഷൻ എടുത്തപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നതാരാണ്? അതിന്റെ പേരിൽ ഇവിടെ ഒരുപക്ഷെ വലിയ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നതാരാണ്? അമേരിക്കയാണ്. എന്നിട്ട് അന്ന് ബൈഡൻ ഭരണകൂടമായിരുന്നെങ്കിൽ പിന്നീട് ട്രംപ് വന്നതിന് ശേഷം എത്ര മാസങ്ങളായി? ഈ അടുത്തും ഒപ്പക്കിനേക്കാൾ കൂടുതൽ ഇന്ത്യ റഷ്യൻ ഓയിലാണ് പ്രൊക്യൂർ ചെയ്യുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നല്ലോ, ദാ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പോവാണ്, നീയുമായിട്ടുള്ള ട്രേഡ് ഞാൻ നിർത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ എന്താ വാലാട്ടി അങ്ങ് ചെല്ലുമെന്നാണോ? അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ സംസാരിക്കുക എന്നുള്ളതല്ല പീസ് ബ്രോക്കറിംഗ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയ്ശങ്കറിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് ഹാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ദിവസവും US-ന്റെ പ്രതിനിധികളുമായിട്ട്, വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, മാർക്കോ റൂബിയോ ആയിക്കോട്ടെ, ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ വിവരങ്ങളുണ്ട്. UK-യുമായിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, റഷ്യ ഉണ്ട്, നോർവേ ഉണ്ട്, സൗദി ഉണ്ട്, UAE ഉണ്ട്, നിരവധി GCC രാജ്യങ്ങളുണ്ട്, ഖത്തറുണ്ട്. ഇവരോടെല്ലാം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതേസമയം പാകിസ്ഥാൻ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രഖ്യാപനം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഓരോ ട്വീറ്റിലും പറയുന്നുണ്ട്, നമ്മുടെ മെഷേഴ്സ് എപ്പോഴും, ഒരു സെക്കൻഡ് പൂർത്തിയാക്കട്ടെ, നമ്മുടെ മെഷേഴ്സ് എല്ലായ്പ്പോഴും നോൺ എസ്കലേറ്ററി ആയിരിക്കുമെന്നുണ്ട്. ഇനി ആദ്യത്തെ ദിവസം നടത്തിയിരുന്ന നമ്മുടെ വ്യോമിക സിംഗും പിന്നെ സോഫിയ ഖുറേഷിയും ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനം മുതൽ അവസാനമുള്ള ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം വരെയും ഓരോ പത്രസമ്മേളനത്തിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്കിത് യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നും പാകിസ്ഥാൻ നമ്മുടെ തീരുമാനത്തിനെ റെസിപ്രൊക്കേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ശാന്തി ഉണ്ടാകും എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്ക എന്നല്ല ആരിടപെട്ടിട്ടായാലും ഇന്ത്യയുടെ ഡിക്ലെയർഡ് പൊസിഷനിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്ക് അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയെന്നോ ഡൊണാൾഡ് ട്രംപ് വരച്ച വരയിൽ ഇന്ത്യയെ നിർത്തി എന്നൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കണം. പക്ഷെ നമ്മൾ ആദ്യമേ പറയുന്നത് നോൺ എസ്കലേറ്ററി ആണ്, യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും എവിടെയാണ് ഇന്ത്യയുടെ പൊസിഷൻ കോംപ്രമൈസ് ചെയ്തത്? നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ ഞങ്ങൾ ഇത് എസ്കലേറ്റ് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, ഞങ്ങൾ POK പിടിച്ചെടുക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോൺ എസ്കലേറ്ററി ആയിട്ട് പോവുക, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അടി മാത്രമേ ഞങ്ങൾ തരികയുള്ളൂ എന്നാണ്. അവസാനം ഈ പീസ് ബ്രോക്കറിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഈ പിന്നെ സീസ് ഫയറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആ ഒരു പത്രസമ്മേളനത്തിന്റെ അന്ന് ദിവസത്തെ രാവിലെ വ്യോമിക സിംഗ് ആണ് അവസാനം ആ പത്രസമ്മേളനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആ സമയത്തും അവർ പറഞ്ഞിരുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് നോൺ എസ്കലേറ്ററി ആയിരിക്കാനാണ് ഞങ്ങളുടെ താല്പര്യം, പ്രൊവൈഡഡ് പാകിസ്ഥാൻ റെസിപ്രൊക്കേറ്റ്സ് അവർ ഡിസിഷൻ. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ സംഘർഷത്തിലില്ല എന്ന് ഒന്നാം ദിവസം മുതൽ അന്ന് വരെ പറഞ്ഞതിന് ശേഷം പിന്നീട് പെട്ടെന്ന് DGMO വിളിച്ചതിന് ശേഷം നമ്മളോട് അയ്യോ നിങ്ങൾ സംഘർഷത്തിന് പോവല്ലേ എന്ന് പറയുന്ന സമയത്ത് അതൊന്നും പറ്റത്തില്ല സാറേ, ഞങ്ങൾ സംഘർഷം നടത്തിയേ പറ്റുള്ളൂ. അല്ല അതല്ലല്ലോ ഇവർ ഉന്നയിക്കുന്ന വിഷയം, അതല്ലല്ലോ, അത് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഇവർ ഉന്നയിക്കുന്ന വിഷയം ഞാൻ ചോദിക്കുന്ന വിഷയം ഇതിൽ ഈ വെടിനിർത്തൽ വേണ്ട എന്നുള്ളതല്ലല്ലോ പറയുന്നത്.